എൻ്റെ പേര് മോളി എന്നാണ്, പക്ഷെ ഒരാളും മോളി എന്ന് പറയുമോ, എല്ലാവരും മേരി എന്ന് പറയും. മോൾ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഗതികേടാണ്. വീട്ടോർത്ത് എൻ്റെ മകനെ ചേച്ചിയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്തിനാണ് ചേച്ചി ഇങ്ങനെ നുണ പറയണത്? നമ്മൾ എന്താണ് മകനെ, ചേച്ചിക്ക് ബാല 10 ലക്ഷം രൂപ തന്നല്ല, പിന്നെ എന്തിനും എനിക്ക് കാശാന്ന് ചോദിച്ചു. മാതാവേ, 10 ലക്ഷം രൂപ. ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മകനെ എനിക്ക് 15,000 രൂപ ചെക്കാ തന്ന. മകനാണെങ്കിൽ ഇപ്പോൾ ഒരു ഇത്തിരി സ്ഥലം കിടക്കണം, നീളത്തിൽ കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ഷെഡ് വെച്ച് കൊടുക്കാനാണെങ്കിലും നമ്മൾക്ക് നിവൃത്തിയില്ല എന്നെ കൊണ്ട്. ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് എനിക്ക്. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ അമ്മ ചരം നോക്കാം, ചീറാൻ മുറിക്കാൻ ഞാൻ സമ്മതിക്കല്ല. എൻ്റെ അമ്മ മരിക്കുമെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ. എൻ്റെ അമ്മനെ വാസന്യം കൊടുത്തിട്ട് ഇനിയിപ്പോൾ ജീവിപ്പിക്കാൻ നിർബന്ധമില്ല. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടി, സിനിമയിലും ടെലിവിഷനിലും ഒരുപോലെ തിളങ്ങിയ ഈ നടിയെ കുറച്ച് കാലങ്ങളായി നമുക്ക് സിനിമയിൽ കാണാനേ കഴിയുന്നില്ല. എവിടെയാണ് ആ താരം? ഇന്ന് പേഴ്സ്യൂട്ടിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മോളി കണ്ണമാലി ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം മോളി കണ്ണമാലി ചേച്ചിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ചേച്ചി, ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ സിനിമ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നത്? അതായത് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചേച്ചി പോവാത്തോണ്ടാണോ, എങ്ങനെയാണ്? ഞാൻ കുറച്ച് നാളിങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോകാനായിട്ട് ഇങ്ങനെ മടിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ഹെൽത്ത് നമുക്ക് നോക്കണമല്ല. കാര്യം ഞാൻ ഇത്തിരി സീരിയസ് ഒക്കെ ആയിപ്പോയി. കാരണം ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ നമ്മളെ കൈ ഒഴിഞ്ഞു വിട്ടത്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും 2ാം വാരം ജനിച്ചിങ്ങോട്ട് വന്നേക്ക്. എന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സീരിയലിൽ പോയിട്ടില്ല, സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പുതിയ ഒരു തമിഴ് പടത്തിൻ്റെ പോയിട്ട് അവിടെ ഇൻ്റർവ്യൂ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കണം. അപ്പോൾ ഈ മാസം അവസാനമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പോയിട്ട് തന്നെയൊക്കെ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2 മലയാളം പടം ഉണ്ടായിരുന്നു, ഞാൻ പോയി അറ്റൻഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് അതൊക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മറ്റെന്തോ ആക്കിയിട്ട് വേണമല്ല, എനിക്ക് സ്റ്റെപ്പൊക്കെ ഒന്നും അങ്ങ് അധികം കയറാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കയറുകൊണ്ട് അതിന് പറ്റുന്ന സ്ഥലത്ത് വേണം ഇവർ ഡബ്ബിങ്ങിന് വിളിക്കാനായിട്ട്. അപ്പോൾ അവർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞ സാധനം നോക്കട്ടെ ചേച്ചി, എന്നിട്ട് നമുക്ക് ഡബ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ അത് ഡബ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ചവിട്ട് നാടകവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഷൂട്ടിംഗ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യണം, നമ്മൾ ഒരുപാട് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഡബ്ബിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ പല പല സ്ഥലത്താണ് പോകുന്നത്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഈ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമയിലൊക്കെ എന്ന് പറയാൻ നമ്മളിപ്പോൾ സാധാരണ നിന്നുള്ള അഭിനയങ്ങളൊക്കെയാണ് നമുക്ക് വലിയ കുഴപ്പമില്ല. അധികം ഇങ്ങനെ ഹാസ്യമായിട്ട് ഇങ്ങനെ ഓടി നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം നമ്മൾ വായി പിടിച്ചടക്കുമ്പോഴേക്കും നമുക്കധികം പറ്റില്ല. പഴയതുപോലെ എനിക്കൊന്നും നടക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ആവശ്യത്തിന് നമ്മൾ അഭിനയിക്കേണ്ട രീതിയിലല്ല അഭിനയിച്ച് നമ്മൾ കാഴ്ചവെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ ഇത്തിരി ക്ഷീണമാണ്. കാരണം ഞാൻ തന്നെ ക്ഷീണിപ്പിക്കാണ്ട്. പക്ഷെ എൻ്റെ ഫുഡ് കഴിക്കൽ ഇത്തിരിയൊക്കെ നോർമലാണ്. കാരണം കാര്യം ഇപ്പം രാവിലെ എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാറില്ല, പിന്നെ വൈകിട്ടേ കഴിക്കാറുള്ളൂ. അപ്പം എല്ലാവരും എൻ്റെ മക്കളാണെങ്കിൽ പോലും എന്നോട് വഴക്കുന്ന ഒരു വ്യക്തി ഇത് മാത്രമല്ല, അമ്മ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അമ്മ ക്ഷീണിക്കണത്, അമ്മ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ക്ഷീണിക്കണം, ഈ മരുന്ന് മുഴുവനും വാരി കഴിക്കണേല്ലേ, അപ്പം അമ്മച്ചി അതുപോലെ അമ്മച്ചി ഭക്ഷണം കഴിച്ചാൽ എന്താണെന്നൊക്കെ മക്കൾ വഴക്ക് പറയും. പക്ഷേ എന്തോ എനിക്കറിയില്ല, ഞാനൊരു 10-11 മണിയാകുമ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണം കാണാം. അവർ രാവിലെ തന്നെ 7-8 മണിയാകുമ്പോൾ തന്നെ രാവിലത്തെ ഫുഡെല്ലാം റെഡിയാക്കി വെക്കും. ഇപ്പം മരുമകളാണെങ്കിലും ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോകും. പക്ഷെ ഞാൻ പല്ല് തേച്ച് മോറ് കഴുകി ഭക്ഷണം കഴിക്കാൻ നേരത്തെ എങ്ങനെയും 11 മണി 11:30 മണിയാവും. അപ്പം ഉച്ചക്കത്തെ കഴിക്കലിന്നില്ലേ നമ്മൾ. അപ്പം പിന്നെ പിന്നെ എനിക്ക് വൈകുന്നേരം 3-3:30 ആകുമ്പോൾ ഒരു ചായ വേണം. ആ ഒരു ചായ ഒന്നെങ്കിൽ വീട്ടിൽ ഇട്ട് കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കടയിൽ പോയിട്ട് പിള്ളേരെ കൊണ്ട് മേടിപ്പിക്കും. പിന്നെ ഇതൊരു കടയാണ്, ചായ കിട്ടുന്നുണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്ന് പോയൊരു വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കും. അതേയല്ല അങ്ങനെ പലഹാരം തിന്നണമെന്നൊക്കെ അങ്ങനെയുള്ളൊരു നിർബന്ധമുള്ള ആളല്ല ഞാൻ. എനിക്കങ്ങനെ ഇല്ല, ഇഷ്ടമല്ല. പിന്നെ നല്ല വിശപ്പുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പഴംപൊരി അത് നല്ല മുരിഞ്ഞതാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വേണമെന്ന് എല്ലാം കുറച്ചാണ്. അപ്പോൾ അത് കാരണം കൊച്ചിങ്ങി ഇപ്പോൾ വഴക്ക് പറഞ്ഞേച്ചാൽ അന്ന് എല്ലാവരും പോലെ പാല ആദ്യം ഇതൊക്കെ ഒന്നും എനിക്ക് കഴിക്കാൻ പാല കഴിയുമ്പോൾ 2-3 ദിവസം ഇപ്പോൾ ഭയങ്കര കഫക്കെട്ട് നിൽക്കണം, ഭയങ്കര പനി. ഈ പനി എന്ന വസ്തു എനിക്ക് ചേരത്തെ പാടില്ല. ഇവിടെ ആ മൂത്ത പേരക്കുട്ടിക്ക് പനിയാണ്. ഇവിടെ ആദ്യത്തെ പനി അപ്പുറത്ത് ആങ്ങളുടെ കുഞ്ഞിനായിരുന്നു പനി. അത് വന്നിട്ട് പേരക്കുട്ടിക്ക് പനിയും ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് മിനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വന്നേച്ചോളി പിന്നെ കൈ ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പനി കട്ടിലിൻ്റെ അരിയിൽ കൂടിയേ പോയുള്ളൂ, അത് നമ്മളെ കയറി പിടിച്ച്. ഞാനതല്ലേ അപ്പോഴും വകവെക്കില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്ഷീണമെന്ന് പറഞ്ഞ് നമുക്ക് കിടക്കാൻ നേരം ഉണ്ടാകും. ആ നേരത്തിന് ഇവിടെ ചേർത്ത ക്ഷീണമില്ല.
എന്ന് വിചാരിച്ചാൽ കിടന്നാൽ ഒരു കുഴപ്പവും ഇല്ല. അതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു ഞങ്ങളുടെ മനസ്സിലൊരു ധൈര്യത്തിന് അങ്ങോട്ട് നടക്ക്. തീരെ വയ്യാതെയാകുമ്പോൾ തോന്നി പറ്റില്ലല്ലോ. പിന്നെ 2 ദിവസമായിട്ട് നമുക്ക് ഇതിന് ഭയങ്കര ചുമ വെച്ച്. അപ്പം ഞാനും കണക്കെ പോയിട്ട് ഒരു കൂട്ടം മരുന്ന് മേടിക്കാം എന്ന് കണക്ക് കൂട്ടി. എന്നെ മരുന്ന് മേടിക്കാൻ ഡോക്ടർമാർക്ക് കാശ് കൊടുക്കാൻ വെറുതെ ഇരിക്കാൻ പോലെ ഞാൻ പറഞ്ഞോട്ടെ. അല്ലാതെ തന്നെ ഒരു നേരം 10, 12 ഗുളികയുണ്ട് കഴിക്കാനായിട്ട്. ഉം. ഒരു അങ്ങനെയെങ്കിൽ ഒരാഴ്ച എനിക്ക് 1000, 1500ഓളം മരുന്ന് വേണം എനിക്ക് ഒരാഴ്ച. പിന്നെ ഇൻഹേലറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പൈസ അത് വേറെ. പിന്നെ നമ്മൾ മാസം മാസം ചെക്കപ്പിന് പോകണം എനിക്ക്. ഉം. ഹാർട്ടിൻ്റെ കംപ്ലയിൻ്റാണ് എനിക്ക്. അപ്പോൾ ഇപ്പോൾ 4, 5 മാസമായിട്ട് ഞാൻ അങ്ങോട്ട് പിടിയേ കൊടുത്തില്ല. കാരണം പിള്ളേർക്ക് പണിയൊന്നുമില്ല. അവരിപ്പോൾ കിഴക്കുപുറത്ത് ആണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പണി ഇത്തിരി കുറവാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇത്തിരി പണിയുണ്ടെങ്കിലും അതിലും വലിയ കട്ട ഭാരത്താലെ കുടുംബത്ത് കിടക്കണം. ഒന്നിനെ പിടിക്കുമ്പോൾ ഒന്നിനെ കൊണ്ട്, ഒന്നിനെ പിടിക്കുമ്പോൾ ഒന്നിനെ പോലെ അതിലേക്ക് നമ്മളും കൂടി ആയപ്പോൾ ഒരു ഭാരമല്ലേ എനിക്ക്. എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇനി ഈശോയുടെ എൻ്റെ പ്രാർത്ഥന ശക്തിയാണ് പോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം 4, 5 മാസമായിട്ട് ഞാൻ ആശുപത്രിക്കാർക്ക് പിടി കൊടുത്തിട്ടില്ല. കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കണത് 1 1/2 കൊടുക്കണം. കാരണം പെട്ടെന്നൊരു വിഷം കയറുന്ന പോലെ എനിക്ക് രോഗം വന്ന് കയറണം. ഞാൻ തിരുവനന്തപുരത്ത് ഒരു വർക്കിന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു നാടക വർക്കായിരുന്നു. അത് ഞാൻ അഭിനയിച്ചില്ല. ഞാനത് ബുക്കിംഗ് ഇട്ടിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണ്. സംവിധാനം ചെയ്ത പരിപാടിയാണ്. ആ മഞ്ഞും ഇതൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും എനിക്ക് പിടിച്ചില്ല. ഇതൊന്ന് പനിയായി. ലാസ്റ്റ് എനിക്ക് തീരെ ശ്വാസം കിട്ടാതെ ആയിക്ക് വന്നു. അങ്ങനെ ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് കിടത്തി 10, 35,000 രൂപയോളം ആയി. ഞാനാണെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ കാണിക്കണം. ഉം. മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതെ അതെ. ഒരു ഇഞ്ച് ജീവനുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തി തരും. പക്ഷേ അതുപോലെ പണം നമ്മൾ വാരി എറിയണം. 1 2 കാശ് മുടക്കിയല്ല എന്നെ കൊണ്ട് ഇരുത്തിയേക്കണ തന്നെ. ഓസിൻ്റെ മുതലായത് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് അയാൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാർക്ക് കേൾക്കണം. 10 പറഞ്ഞേക്കണം ഒരു കാരണവശാലും ഓസിൻ്റെ വീട്ടിൽ നിന്ന് മാറ്റരുതെന്ന് പറഞ്ഞേക്കണം. എനിക്ക് പെട്ടെന്നാണ് ഇങ്ങനെ ശ്വാസം മുട്ടൽ ഇങ്ങനെ വന്നത്. വന്നതെന്ന് പറഞ്ഞാൽ എന്തോ എനിക്കറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ ചിലപ്പം വർത്താനം പറഞ്ഞാൽ എണീറ്റ് കഴിയുമ്പോഴേക്കുമാണ് ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ശ്വാസം കിട്ടാതെ വരും. ഉം. അപ്പോൾ ഈ സാധനം ഓക്സിജൻ വെച്ചിട്ടാണ് ഇങ്ങനെ കിടന്ന് വെച്ചത്. പക്ഷേ പിന്നെ ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒരു ദൈവത്തോടുള്ള ശക്തിയാണ് എനിക്ക് വന്നത്. ഞാൻ പിന്നെ ആ സാധനം അവിടെ ഉപയോഗിക്കാതെ. പിന്നെ ഞാൻ പിന്നെ ഹാർട്ടിൻ്റെ ഗുളികയുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുളിക എടുത്ത് രാവിലെ അടി വെക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഇപ്പം അതുമില്ല. ആ ഗുളിക മേടിക്കാൻ മറന്നു. ഇന്നലെ എനിക്ക് രാത്രി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നെഞ്ച് വേദന വന്നപ്പോഴേക്കും ഞാൻ പേടിച്ചു പോയി. ഉം. അപ്പോൾ ഞാൻ നോക്കിയ ഗുളികയൊന്നുമില്ല. ചതിച്ചല്ല മാതാവേ, ആരോട് എന്ന് ചോദിക്കാൻ ആ രാത്രിയൊക്കെ ഗുളികയൊക്കെ ഇത് കണക്ക് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഞാൻ കൃപാസനത്തിലെ തൈലം എടുത്ത് പ്രാർത്ഥിച്ച് അത് തിന്ന്. അപ്പൊ സഹായത്തിന് ആരെങ്കിലും അപ്പം കൂടെ ഉണ്ടാവാറുണ്ടോ? അപ്പോൾ വീട്ടിലാണെങ്കിലും അല്ലെ വീട്ടിൽ പുറത്തൊക്കെ പോകും? പിന്നെ പേരക്കുട്ടിയുണ്ട്. ഞാൻ ഇവിടെ കോവിഡിൽ പോകുമ്പോൾ പേരക്കുട്ടികളായിട്ടാണ് പോകേണ്ടത്. മൂത്താളിന് പിന്നെ 3 പേരുണ്ട്. ഇളയാളിന് 2 പേരുണ്ട്. 2 പേരെന്ന് പറഞ്ഞാൽ മൂത്താൾ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കണം. ഇളയാൾ 10ലേക്കായി. പിന്നെ മൂത്താളിൻ്റെ മൂത്തതും 10ലേക്കായി. ഇപ്പോൾ പോയ ആൾ 6ലേക്കായി. ഉം. അയ്യാക്കടെ മൂത്തത് ഉം. 8ലേക്കായി. അങ്ങനെ അതിൻ്റെ അയ്യാക്കടെ മൂത്തതിൻ്റെ 2ാമത്തെ ആൾ ഇവിടെ ഇല്ല. അയാൾ കരിയിൽ ആങ്ങളുടെ വീട്ടിൽ അയാൾക്ക് മക്കളാരും ഇല്ലാത്തതുകൊണ്ട് അവനവിടെ. എല്ലാവരും കൂടെ ഒരു 10 അംഗങ്ങൾ താമസിക്കണ വീട്. ഇപ്പൊ ഈ ചൂട് മഴയൊക്കെ ഭയങ്കരമായിട്ട് കൂടുക. ഇപ്പൊ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടും, ചൂട് മഴയാണെങ്കിൽ ഭയങ്കര മഴ. അതെ, തീർച്ചയായിട്ടും. കാരണം അപ്പൊ ഈ വീടിന്റെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയാണ് ഈ മഴയൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന സമയത്ത്? മഴയൊക്കെ ഭയങ്കരമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും കഴിക്കാനില്ല. ഈ ഒരു ഭവനമാണെങ്കിൽ പോലും നമുക്ക് ധർമ്മം കിട്ടിയതാ. ഉം. എനിക്ക് കെ തോമസ് സാർ വെച്ച് തന്നത്. ഉം. തോമസ് സാറിൻ്റെ ഒരു അറിവപ്പിലൂടെ CK മേനൻ എന്ന് പറഞ്ഞ പുള്ളി എനിക്ക് വെച്ച് തന്ന പേര്. അങ്ങനെ വെച്ച് ഈ ഒരു 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു ഉം. കുളിമുറി കക്കൂസും കിച്ചനും അത് നമുക്ക് വെച്ച് തന്നതാണ്. പിന്നെ അതിൻ്റെ പുറത്തൊന്ന് ചെയ്യാനെടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യില്ല. കാരണം മകനാണെങ്കിൽ ഇപ്പോൾ ഒരു ഇത്തിരി സ്ഥലം കിടക്കണം, നീളത്തിൽ കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ഷെഡ് വെച്ച് കൊടുക്കാനാണെങ്കിലും നമ്മൾക്ക് നിവർത്തിയില്ല എന്നെ കൊണ്ട്. അവരൊരു ഷെഡെങ്കിലും വെച്ച് ഒരു അടിത്തറയെങ്കിലും കെട്ടിയിട്ട് ആ ഒരു ഷെഡ് വെക്കണം എന്നുള്ളതൊക്കെ ഒരു കാർഡിൽ കൂടി അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കി സഹായിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ ക്ഷീണത്തിൽ വന്നത്. ഉം. ക്ഷീണത്തിൽ വന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയണത്, ഞാൻ പുനർജന്മം തന്നതിന് ദൈവം തന്നേക്കണാണ്. കാരണം ഒരു ക്ഷീണമില്ല. ഒരു ലൊക്കേഷനിൽ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്, ഞാൻ കത്തി നിൽക്കുന്ന ടൈമാണ് ഞാൻ ക്ഷീണമായിട്ട് വീണത്. ഞാൻ ഇവിടെ വീണ സമയത്ത് എനിക്ക് നെഞ്ചുവേദനയായിട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ എന്നാ തിരുവനന്തപുരത്ത് പുതിയൊരു വലിയ പടം ഉണ്ടായിരുന്നു. ആ പടത്തിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ജനുവരി 20-ാം തീയതി സ്റ്റാർട്ടിങ്. ജനുവരി 19-ാം തീയതി എനിക്ക് പോകണം. അപ്പോൾ ജനുവരി 18-ാം തീയതി ഞാൻ അപ്പോൾ ഗൗതം ഹോസ്പിറ്റലാണ് ഞാൻ ആദ്യം അറ്റാക്കായിട്ട് വന്ന് വീണിട്ട് അവിടെ നിന്ന് പിന്നെ മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കണം. അതിന് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് അമ്മേ നമുക്ക് നല്ല കഫക്കെട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കഫക്കെട്ടുണ്ട്. ഒരു കാര്യം ചെയ്യമ്മേ,
അമ്മ 2 ദിവസം കിടയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു പോകാൻ പറ്റി കാശുണ്ടാ ഞാൻ കിടന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്താ അമ്മേ ഞാൻ കൊടുത്തോളാം കാശ് അമ്മ കിടക്കെന്ന് പറഞ്ഞു. നമ്മുടെ കള്ളാ പിന്നെ ഇത് ഷൂട്ടിന് വിടാൻ വേണ്ടിക്കുള്ള കളിയല്ലേ കളിക്കാൻ ഞാൻ ഈ മലപ്പുറത്തൊരു ചെറുപ്പ പിള്ളേരെ ഞാനവിടെ തല്ലി പിടിച്ച് നിന്നു എൻ്റെ അമ്മ അമ്മക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഉണ്ട് മോനെ എനിക്ക് നല്ല ശ്വാസം മുട്ടലും ഉണ്ട് എന്നാലും പോകാതെ ഇരിക്കുമ്പോൾ നാളെ ഷൂട്ട് തുടങ്ങണേ ഞാൻ ലഗേജൊക്കെ റെഡിയായി വെച്ചേക്ക്. ഞാൻ ഒരു വെളുപ്പിന് 2, 3, 11, 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയമായപ്പോൾ ഞാൻ ചരിഞ്ഞൊന്ന് നികർന്നുകൊണ്ട് എനിക്ക് നികരാൻ പറ്റില്ല. വേദന എങ്ങാണ്ട് നെഞ്ഞത്ത് വന്നിട്ട് പിന്നെ ഞാൻ എവിടെയാണ് കിടക്കുന്നത് എനിക്കറിയാൻ മതി കണക്കിൽ ഞാൻ റൂമിൻ്റെ ഡോമിൽ ഊരി പുറത്ത് വന്നിട്ട് ഇപ്പുറത്തെ റൂമിലോട്ട് മകനടിച്ച് മകൻ എന്താന്ന് ചോദിക്കണപ്പോൾ ഞാൻ വീണു. അങ്ങനെ എന്നെ വട്ടാനെ പൊക്കി നേരെ കൊണ്ടുപോയി ഗൗത് ഹോസ്പിറ്റലിൽ. അവിടെ ചെന്നിരുന്ന് ചെന്ന് മരുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര പാട്ടാ ചവിട്ടാടപ്പാടാണ് ഞാൻ ഇവിടെ കിടന്നിട്ട് പാട്ട് പാടണേ. അപ്പോൾ സിസ്റ്റർമാർ അമ്മ ഒന്നും മിണ്ടാതിരിക്കാൻ പോലെ എന്താ ഇങ്ങനെയൊക്കെ പാടണമെന്ന് പറഞ്ഞാൽ അവർ കുറേ വഴക്ക് പറയാറുണ്ട്. അവരെ ചീത്ത പറഞ്ഞു പിന്നെ വന്ന ആൾക്കാരോടും പോണ ആൾക്കാരോടൊക്കെ പാട്ടും പാടിക്കണേ പിന്നെ വന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കണേ പിന്നെ പിന്നെ ആളിൻ്റെ എൻ്റെ ആ നില തന്നെ തെറ്റി. പിന്നെ സംസാര വിഷയം നിന്ന് പിന്നെ സംസാരിക്കാനെന്നുള്ള ഇതില്ലാതെ നിലച്ച് പിന്നെ എല്ലാവരും വന്ന് വിളിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഇത് ഞാനാണെന്നുള്ളത് എൻ്റെ നില പോലും എനിക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ പത്ത് ശേഷം പറഞ്ഞൊരു കാര്യം ചെയ്യും ഇൻ്റർവ്യൂ ഇടാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് എൻ്റെ അമ്മ ശരം നോക്കാൻ കീറാനും മുറിക്കാനും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അമ്മ മരിക്കുമെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ. എൻ്റെ അമ്മനെ വാസന്യം കൊടുത്തിട്ട് ഇനിയിപ്പോൾ ജീവിപ്പിക്കാൻ നിർബന്ധമില്ലെന്ന് പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും നിങ്ങൾ കൊണ്ടുപോയിക്കോ അറിയിക്കേണ്ട ആൾക്കാരൊക്കെ അറിയിച്ചു തന്നു. അപ്പോൾ എൻ്റെ മരുമോളെ ഇളയ മരുമോൾ പറഞ്ഞു വളി അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ടത് നമുക്ക് വേണ്ടിയിട്ട് ഉള്ള സ്ഥലവും വരെ വിറ്റിട്ടാണെങ്കിലും നമുക്ക് അമ്മനെ രക്ഷപ്പെടുത്തണം. അമ്മച്ചി നമുക്ക് നേരെ മെഡിക്കൽ ട്രസ്റ്റിലോട്ട് കൊണ്ടുപോകാൻ ഓടിന്നു. അങ്ങനെ ആ കണ്ണീരോടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എന്നെയും കൊണ്ട് നേരെ അവിടെ കൊണ്ടുപോയി ചെന്നപ്പോൾ ഡോക്ടർ കഴിഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാൻ പറ്റും. പിന്നെ 27,000 രൂപയുടെ മരുന്ന് 3 എടുക്കാനൊക്കെ പൈസ ഉണ്ട് പറഞ്ഞ് എടുത്തോ. പിന്നെ ഫോണിൽ ലൈഫ് വരോടിയിട്ട് എൻ്റെ അമ്മ രക്ഷിക്കണം എന്നെക്കൊണ്ട് വീരണി പറ്റില്ല. അപ്പോൾ 1,50,000 രൂപയുടെ മുടക്കി വെച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോയേക്കണേ. ഗൗതത്തിൽ കിടത്തിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയേക്കണം. അപ്പോൾ തന്നെ ഇത് കണ്ട് ഫിറോസ് ഒന്നും പറഞ്ഞുണ്ട്. ഫിറോസ് കണ്ടിട്ട് അപ്പം തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് 2,00,000 രൂപ ഇട്ട് കൊടുത്തു. ഫിറോസ് മരുന്ന് ചെയ്തു എന്ന് പറഞ്ഞു. 10 ദിവസം പോലും 10, 12 ദിവസം വരെ ഞാൻ ICU തന്നെ കിടന്നു. പിന്നെ എനിക്ക് അവിടെ കിടന്ന ആൾക്കാർ മരിക്കണ കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയമായി. അപ്പോൾ ഡോക്ടറുടെ കാര്യം ICU പോലത്തെ റൂമാണ് എനിക്കുള്ളത്. ഓക്സിജനൊക്കെ ഉള്ള സ്ഥലമുള്ള അങ്ങനെ ആ റൂമിൽ കൊണ്ടൊക്കെ എടുത്ത് തന്നെ ഒറ്റ റൂം എന്നിട്ട് ആർക്കും പ്രവേശനമില്ലെന്നും പറഞ്ഞത് എഴുതിയിട്ട് ഒരാളെയും കയറ്റൂലായിരുന്നു ഡോക്ടർ. എൻ്റെ റൂമിലായിട്ട് കയറ്റുള്ള. പിന്നെ എല്ലാവരും എന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നെ അകന്നിറങ്ങി എന്നെ സഹായിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 1 രൂപ പോലും എനിക്ക് ഗൂഗിൾ പേ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ കൊല്ലം കാരണം എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഞാൻ തിരിച്ചിങ്ങനെ വന്നു. എൻ്റെ പണ്ടൊക്കെ കൊണ്ട് ഞാൻ തീരണ്ട ഇപ്പം എന്നെപ്പോലത്തെ 2 കൂടി വെക്കേണ്ട കഴിഞ്ഞു ഞാൻ. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമ്മ ഇങ്ങനെ ആടി കൂടി ഇങ്ങനെ നടന്നു പോകണത്രേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ പിന്തുണ ഇപ്പോൾ ഈ ആരോഗ്യാവസ്ഥയിലും ആൾക്കാരുടെയൊക്കെ ഒരു സപ്പോർട്ടും ഒരു പ്രാർത്ഥനയും കെയറും എല്ലാം ചേച്ചിയുടെ കൂടെ ഉണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എല്ലാവരും എന്നെ കാണുമ്പോൾ മോളി നീ ഇങ്ങനെ നീ ഇതല്ല നീ ഇതിലിൻ്റെ ഇളഞ്ഞു പരിപാടി നീ പഴയതുപോലെ പരിപാടി എന്നൊക്കെ എപ്പോഴും പറയുമ്പോൾ നമുക്കൊരു ആത്മധൈര്യം കിട്ടും. കാരണം അവർക്ക് ആത്മധൈര്യം നമുക്ക് ആത്മധൈര്യം എടുക്കാൻ പോലാത്തെന്തെങ്കിലും നമ്മുടെ അടുത്ത് നമ്മൾ നോക്കണം. ചിലരൊക്കെ എനിക്ക് പറയാനോ പിടിക്കാനോ ശ്വാസം മുട്ടൽ ഇങ്ങനെ സഹിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. എന്നാലും ഇപ്പം അധികമൊന്നും വായി പിടിച്ചടക്കുമെങ്കിൽ ഞാൻ നിന്ന് പോകും. എനിക്ക് അങ്ങോട്ട് വായി പിടിച്ച കിടക്കില്ല നിന്ന് പോകും. കാരണം അത്രയും വായി പിടിച്ചടക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പയ്യെ സ്ലൈഡിൽ അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് നടന്നു പോകാം അത്രയേ ഉള്ളൂ. അല്ലാതെ കൊണ്ട് വായി പിടിച്ചൊന്നും ചെയ്യാനെടുക്കണം പിന്നെ ഭാരപ്പെട്ട ഒന്നും എനിക്കങ്ങനെ എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം ഇങ്ങനെ ആടിക്കൂടി നടക്കണം അത്രയേ ഉള്ളൂ. അപ്പോൾ ചേച്ചി വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. മലയാള സിനിമയിലായാലും സീരിയലിലായാലും അതെ നാടകത്തിലായാലും ഉണ്ട്. അപ്പോൾ കൂടെ അഭിനയിക്കുന്ന ആരിലൊക്കെ ചേച്ചിനെ വിളിക്കാറുണ്ടോ, കാണാൻ വരാറുണ്ടോ? കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ചാണ് ഒരു 2, 3 ഇത് കോമഡി ഷോയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിള്ളേർ. ഇതേപോലെ ഇവരിങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ
ആളെ സംസാരമെല്ലാം പിന്നെ അങ്ങനെ ആരും സിനിമ ഫീൽഡിൽ നിന്ന് അങ്ങനെ ആരും തന്നെ എന്നെ വന്നില്ല. പിന്നെ ഞാൻ കിടന്ന സമയത്ത് ബാല അപ്പോൾ എൻ്റെ പെര ഞാൻ പട്ടയം പണയം വെച്ചിട്ടുണ്ട് ഇവിടെ കൊറോണയുടെ ഇടക്കാറ്. അപ്പോൾ എനിക്കത് അടക്കാൻ പറ്റിയില്ല പൈസ. ആ 2,00,000 രൂപയ്ക്ക് വെച്ചാൽ ലാസ്റ്റ് അത് 5,35,000 രൂപ അടുത്ത് ലാസ്റ്റ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഞാൻ ആസ്പത്രിയിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം അവർ ജപ്തി നോട്ടീസ് ചെയ്യും. അപ്പോൾ ഞാൻ ചെക്കപ്പിൽ എന്താ ബാലനെ ചെന്ന് കണ്ടപ്പോൾ ബാല ഒരു 10,000 രൂപ 17,000 രൂപ ഇട്ട് കൊടുത്തായിരുന്നു എൻ്റെ മകന്. ഞാൻ ഈ കാര്യം പറയാൻ ചെന്നപ്പോൾ ബാല സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നാ ചെയ്യാൻ ചേച്ചി എന്ന് പറഞ്ഞു. അവനൊരു 10,000 രൂപയുടെ ഒരു ചെക്ക് തന്നു എനിക്ക്. വെച്ച് മരുന്ന് മേടിക്കട്ടെ. ഓക്കെ. ഞാൻ അതുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സങ്കടമായി. കാരണം നമുക്ക് വില കൂടി ഇല്ലെങ്കിൽ ഇവിടെ കാര്യം പോക്കല്ലേ. പിന്നെ അവിടെ ആര് പറയണ പോലെ ഫിറോസിനെ വിളിക്കാം. ഞാൻ ഫിറോസിനെ വിളിച്ചാൽ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പേരുമായിട്ട് ഇവിടെ വന്ന അന്ന് രാത്രി വരും ഫിറോസ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ടാണ് പോയത്. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കും. ഇപ്പോഴും ആ ഓരോ ഇത് അനുസരിച്ച് എന്നെ വിളിക്കും. സൂക്ഷിക്കണം കേട്ടാ, പുറത്ത് പോകരുത് കേട്ടാ, കാറ്റും മഴയും കൊള്ളരുത് കേട്ടാ, മഞ്ഞ് കൊള്ളരുത്, വെയിൽ കൊള്ളരുത് ഒക്കെ പറയും എൻ്റെ ഇടയ്ക്ക്. ഇന്നാളും എനിക്ക് പാടില്ലാതെ കിടന്നപ്പോഴും നോക്കണം കേട്ടാ, മഞ്ഞുകാലമാണ്, സൂക്ഷിക്കണം. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കണ്ട അവനറിയാം. കാരണം എൻ്റെ അടുത്തിട്ട് ശരിക്കും അവരെ അറിയാവുന്നതുകൊണ്ട് അവനോട് വിളിക്കുക ചോദിക്കുക. അപ്പം ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് കാര്യമുണ്ട് ഇങ്ങനെ, മോൻ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഗതികേടാണ്, എഴുത്തോർത്ത് എൻ്റെ മോനെ ചേച്ചിയെ സഹായിക്കണമെന്നത്. അപ്പോൾ പറഞ്ഞു, ചേച്ചി എന്തിനാണ് ചേച്ചി ഇങ്ങനെ നുണ പറയണത്? ഞാൻ പറഞ്ഞു, എന്താണ് മോനെ, ചേച്ചിക്ക് ബാല 10,00,000 രൂപ തന്നല്ല, പിന്നെ എന്തിനാണ് എനിക്ക് കാശ് തന്നു ചേച്ചി? മാതാവേ, 10,00,000 രൂപ എന്താണ് മോനെ ഈ പറയണേന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് 10,000 രൂപയുടെ ഒരു ചെക്കാ തന്ന, അപ്പം ഞാൻ ചെക്ക് മാറിയിട്ടില്ല, എൻ്റെ തലയ്ക്ക് പറഞ്ഞിരിക്കും. ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്തിട്ടത് എടുത്തിട്ട് കൊടുത്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പം ഇത് ശരി, ഈ 10 രൂപ തന്നപ്പോൾ തന്നിട്ടാണ് മകനാണ് എനിക്ക് ഈ കാശ് ഉണ്ടായിരുന്നത്. അതേപോലെ കുഴപ്പമില്ല ചേച്ചി എന്ന് എന്നോട് പറഞ്ഞു. ഇളയമ്മനോട് ചെല്ലാൻ പറയാൻ പറഞ്ഞു. ഇളയമ്മനും മരുമോളോട് പോയി അവരുടെ എൻ്റെ ഓഫീസിൽ ചെന്ന് കണ്ട് ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞു. ബാങ്കിൽ ചെന്ന് എല്ലാം എഴുതി കൊടുത്ത് പിന്നെ 5,35,000 രൂപ മുടക്കി എൻ്റെ പട്ടയം ബാലെടുത്ത് തന്നു. മറ്റേ ഫിറോസ് കുന്നുംപുറം എടുത്ത് തന്നു. ബാലയല്ല, ഫിറോസ് കുന്നുംപുറം എടുത്ത് തന്നു. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഒറ്റ ബാക്കി പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പാട് വന്നാലും ഞങ്ങൾ വിളിക്കുക, സഹായിക്കുക. പക്ഷേ ഒരു കാരണവശാലും പട്ടയം മാത്രം ഇനി പണയം വെക്കരുത് കേട്ടോ. ഞാൻ ഇല്ല മോനെ, ഞാനൊന്നും ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെയ്തിട്ടുമില്ല. ചെയ്യേണ്ട അവസരങ്ങൾ ഇപ്പോൾ പലത് കുറിക്കും കഴിഞ്ഞ് ഞാൻ ചെയ്തില്ല. കാരണം ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ നമുക്ക് പൈസ ഇല്ല കൊടുക്കാനായിട്ട്. ഞാൻ പ്രൈവറ്റിലായിട്ടാണ് പോകുന്നത്. ഗവൺമെൻറ് ആസ്പത്രിയാണെങ്കിൽ കാശ് വേണമെങ്കിലും എൻ്റെ മക്കൾ ഇപ്പോഴും കടത്തിൽ കൂടിയാണ് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടൊക്കെ കിടന്നിട്ട് 10,35,000 രൂപയെന്ന് പറഞ്ഞു. അതിപ്പോൾ പലിശ കൊടുത്തിരിക്കുക, കാശ് കൊടുക്കാനുള്ള നിവർത്തിയൊക്കെ കാണുന്നില്ല. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലൊക്കെ കാര്യം, അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മൾ കുറെ നാൾ മുമ്പ് ഒരു വാർത്ത കേട്ടായിരുന്നു, മമ്മൂക്ക ചേച്ചിയെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ ആദ്യം ഫസ്റ്റിൽ തന്നെ അറ്റാക്കായിട്ട് ഞാൻ കിടന്ന സമയത്താണ് മമ്മൂക്ക ഇങ്ങനെ അറിഞ്ഞിട്ട് പിന്നെ ആൻഡ്രൂ ജോസഫ് എനിക്ക് ഒരു 50,000 രൂപ മമ്മൂക്ക സാറ് കൊടുത്തു വിട്ടിട്ട് എനിക്ക് തന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ 50,000 രൂപ എനിക്ക് തന്നായിരുന്നു. മമ്മൂക്ക സാർ മാത്രമേ തന്നുള്ളൂ. പിന്നെ അല്ലാതെയുള്ള പിള്ളേർ, ജൂനിയർ ആർട്ടിസ്റ്റ് പിള്ളേരൊക്കെ കൊണ്ട് തന്നോട്ടെ. ഇവിടെ മറ്റേ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ ആർക്കും എന്നെ ചൊവ്വേദിന് കാണിക്കയില്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്നോ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്ത് എൻ്റെ മകൻ പറയണ്ടായിരുന്നു. പക്ഷേ ആരെയും നേരിട്ട് ഇങ്ങനെ കാണിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരാളെയും കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ എത്രയും കെയർ ചെയ്യാൻ പറ്റും അത്രയും കെയർ. ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റൂമിൽ തന്നെയായിരുന്നു. പിന്നെ മരുമകളെ എന്നെ നോക്കി, മരുമകളും മൂത്ത പേരക്കുട്ടിയും കൂടിയാണ് നോക്കണേ. പിന്നെ ഒരാൾ റൂമിലോട്ട് കയറ്റി അടിക്കുകയൊന്നും ചെയ്യൂല. ബാത്റൂമിൽ പോലും പോകില്ല, എല്ലാം റൂമിൽ തന്നെയായിരുന്നു. അങ്ങാടി ഇങ്ങാട് നടത്തിക്കൂലായിരുന്നു. ഞാൻ അങ്ങനെ അത്ര എന്തായിപ്പോയി. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ പിന്നെ ആക്റ്റീവായിട്ട് വന്നതല്ലേ ഉള്ളൂ. അത്രയും കെയർ ചെയ്തിട്ട് എന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം തന്നെ. ഇപ്പൊ ചേച്ചി പ്രധാനമായിട്ട് ഈ സിനിമയും നാടകമാണല്ലോ ഇപ്പൊ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതാ ചെയ്യണത്. കാരണം ഞാൻ ചവിട്ടുനാടകം ഞാൻ ചെറുപ്പം പോലെ ചെയ്തൊരു ഒരു എന്താണ് കാര്യം. ഞാൻ ആ കലയിൽ നിന്നാണ് ഞാൻ സിനിമ ഫീൽഡിലേക്ക് വന്നത്. കാര്യം ചവിട്ടുനാടകം എന്ന് പറയുന്നത് എൻ്റെ ഒരു 9 വയസ്സിൽ തുടങ്ങിയ ചവിട്ടുനാടകം. അപ്പോൾ ഞാൻ കയറാൻ സ്റ്റേജില്ല, കാരണം അതിന് മാത്രം നാടകം ഞാൻ കളിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത പേരക്കിടാവും അതിൻ്റെ രണ്ടാമത്തെ മകനും ചവിട്ടുനാടകക്കാരാണ്. അയാൾക്കൂടെ 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോയത് ചവിട്ടുനാടകം കളിച്ചിട്ടാണ്.
അതേപോലെ തന്നെ അയാൾക്കടെയും ചെറുപ്പത്തിൽ തന്നെ ഒരു 7-8 വയസ്സായപ്പോൾ തന്നെ അയാൾ ഫസ്റ്റ് നാടകം കളിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും എൻ്റെ ഒപ്പം അയാൾ ചവിട്ടുനാടകത്തിലുണ്ട്. അപ്പം അയാൾക്കടെ രണ്ടാമത്തെ മകളും പേരക്കുട്ടി ചവിട്ടുനാടകത്തിൽ വന്നു. അവളിപ്പോൾ 3-4 നാടകമേ അവളും കളിക്കണത്. ചേച്ചി ഇപ്പൊ ചേച്ചി സീരിയല്, സിനിമ, നാടകം ഇത് മൂന്നും അഭിനയിച്ചിട്ടുണ്ട്. അതെ. ഇതെങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഈ സിനിമയും നാടകവും എല്ലാം കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഒരു കഴിവ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഒരു പ്രത്യേക കഴിവ് ദൈവം എനിക്ക് തന്നുകൊണ്ടായിട്ട് ഞാനങ്ങനെ ചെയ്യണത്. കാരണം ചവിട്ട് നാടകത്തിൽ കൂടിയല്ല നമ്മൾ വന്നത് തന്നെ. പിന്നെ സിനിമ സീരിയലെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല എന്നാ വെച്ചെന്നാൽ നമുക്കിപ്പോൾ കിട്ടുന്നൊരു കഥാപാത്രം. ഞാൻ ഒരു സിനിമയാണെങ്കിൽ പോലും ഒരു സിനിമയിൽ ചെന്നിട്ട് ഒരു ഡയറക്ടറടിക്ക് ചെന്നിട്ട് നമ്മൾ കഥ കേൾക്കാറില്ലേ? എല്ലാവരും കഥ കേട്ടിട്ട് അഭിനയിക്കണം. ഞാൻ കഥ കേൾക്കാറില്ല. ഞാൻ എന്നെ സിനിമയിൽ വിളിച്ചാൽ ഞാൻ ആ സ്പോട്ടിൽ ചെല്ലുക, ഡയറക്ടർ ആരാണെന്ന് ചോദിക്കുക, പുള്ളിക്കാരനെ കാണാൻ നമസ്കാരം പറയുക. പുള്ളി ഇവിടേക്ക് വരിക. ഞാൻ ചോദിക്കും ഞാനും ഇതിൻ്റെ അകത്ത് എന്താ കഥാപാത്രം? ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ പുള്ളി ഇങ്ങനെ കഥ പറയുമ്പോൾ പുള്ളിയുടെ ആ കണ്ണിൽ ആ മനസ്സിൽ ഞാനങ്ങനെ വായിച്ചു തരുന്നുണ്ട്. ഇപ്പം എനിക്കറിയാൻ പറ്റും. പുള്ളിയുടെ കഥയിലൂടെ എനിക്കറിയാൻ പറ്റും. പുള്ളിയുടെ ഹൃദയത്തിൽ ഇത്ര വലിയൊരു ആക്ഷനായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മളത് അഭിനയിച്ച് വെച്ചാൽ അത് ആ രംഗത്തിലൊരു കയറ്റി വെച്ചെന്നാൽ അത് അഭിനയിക്കാൻ റെഡിയാവും. അത് ഏക്കും എന്നുള്ളൊരു മനസ്ഥിതി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഓക്കെ അത് റെഡിയാക്കി ഞാൻ. ശരി സാറേ. പോയി ഞാൻ ഒരു കോസ്റ്റ്യൂം ഇട്ട് വന്നു. ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ അഭിനയിക്കുക എന്നുള്ളത് ഈ നിമിഷം വരെ ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു പച്ചനെ കീറുള്ളൂ എന്ത് കാര്യം. ഞാൻ ക്യാമറയുടെ മുമ്പിലേക്ക് നിന്ന ഇത് പറഞ്ഞിട്ട് ചിരിയാകലല്ല. ആൾക്കാർ കേട്ട് കഴിയുമ്പോൾ എല്ലാം പറയുക അങ്ങനെയുള്ളൊരു ചിന്ത എനിക്കില്ല. ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാകല അങ്ങനെയുള്ളൊരു ഒരു മൈൻഡ് എനിക്കില്ല. വരിക അങ്ങോട്ട് അഭിനയിക്കുക അങ്ങോട്ട് പോവുക. പക്ഷേ അതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ വിജയം. അത് ഞാനിപ്പോൾ എല്ലാവരും ചോദിക്കും കാണണ്ടേ? കാണണോ? കാണിക്കാൻ പറ്റുമോ? അപ്പോഴാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുമെന്നൊക്കെ ഞാൻ ആദ്യമൊക്കെ മനസ്സിലാക്കണത്. പിന്നെ എങ്ങനെയെല്ലാം ക്യാമറ വെച്ചാൽ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാൻ പോണെന്ന് പറയൂല. അമ്മ സാധാരണ എന്ന് പറഞ്ഞ പോലെ തന്നെയൊക്കെ എന്നെ കണ്ടട മോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തല്ലി പിടിച്ചൊക്കെ ആയിക്കോളും. പക്ഷെ എൻ്റെ ആ നാച്ചുറലായിട്ടുള്ള അഭിനയം ഭയങ്കര ബമ്പർ ഹിറ്റ് പോകും. അതെനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ അഭിനയിക്കില്ലല്ലോ. നമ്മൾ അഭിനയിക്കുമ്പോഴല്ലേ നമുക്കൊരു ചളിപ്പുണ്ട്. നമ്മൾ അഭിനയിക്കരുത്, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയല്ലേ. അതെൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ഇപ്പോ ചേച്ചി ശരിക്കും പറഞ്ഞ ആൾക്കാർ അറിയപ്പെടാൻ കഴിഞ്ഞത് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സീരിയലിലൂടെയാണ്. അതെ അല്ല അതെ ചാളമേരി എന്ന് പറഞ്ഞ കഥാപാത്രം. കഥാപാത്രം. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴായാലും ആൾക്കാർ ആ ഒരു സീരിയലിനെ പറ്റി ചോദിക്കാറും പറയാറൊക്കെ ഉണ്ടോ? പിന്നെ ഞങ്ങൾ പുറത്ത് ഞങ്ങളതിന് മാനം കൂടിക്ക് 2-3 മാസത്തെ ഉപ്പാട് ഞങ്ങൾ ദുബായിലൊക്കെ പോയി കറങ്ങി വെച്ച് വന്നതാണ്. ദുബായിലൊക്കെ ഓ പോയായിരുന്നു. ദുബായിൽ ഞങ്ങൾ പോയി കറങ്ങി വെച്ച് വന്നവർ. അവിടെ ഒരു ചാനലുകാർ ഇതുപോലെ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചെന്നിട്ട് നമ്മൾ ചാളമേരിയ മേരി ചേച്ചിയാണ് എല്ലാവർക്കും. എൻ്റെ പേര് മോളി എന്നാണ്. പക്ഷേ ഒരാളും അതെ അതെ. മോളി എന്ന് പറയുള്ളൂ, എല്ലാവരും മേരി എന്ന് പറയുള്ളൂ. ആ ചേച്ചിക്ക് ഇഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്നെ അല്ലല്ലോ വിളിക്കണം, നമ്മുടെ കഥാപാത്രത്തിലല്ലേ വിളിക്കണം. അപ്പം നമുക്ക് അയ്യോ എന്നെ വിളിക്കല്ലേ കേട്ടോ, ചാളമേരിന്ന് വിളിക്കല്ലേ കേട്ടോ, എനിക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു കഥാപാത്രമായി പോയത്. അപ്പം അവരിക്കടെ ഉള്ളിൽ ചെന്നേക്കണ ആ ഒരു കഥാപാത്രമാണ്. അപ്പം ഞാനല്ല എന്നെ വിളിക്കരുത് എന്ത് കാര്യത്തിന് ഞാൻ പറഞ്ഞ ആവശ്യമില്ല. അവർക്ക് അവിടെ ഉള്ളിൽ ചെന്നേക്കണ ആ ഒരു പേര് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മളായിട്ട് തേച്ച് മാറ്റി കളയണ്ടല്ല, നടന്നോട്ടെ. എൻ്റെ പേര് മോളി എന്നാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന ആൾക്കാർക്കും അറിയാം. പിന്നെ പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ ആ സീരിയൽ അഭിനയിക്കണ ആ ചാളമേരി അതാണ് കേട്ടാ ഇതേ പറയുള്ളൂ. അതിപ്പോൾ സ്വാഭാവികം എല്ലാവരും പറയണത് അത് പറഞ്ഞോട്ടെ, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോഴാലും നമ്മൾ ചെയ്തൊരു കഥാപാത്രത്തെ ആൾക്കാർ അറിയാന്ന് പറയുന്നത് അതൊരു വലിയൊരു അതെ കാര്യമാണ്. തീർച്ചയായിട്ടും. കാര്യം ഒരു കഥാപാത്രത്തെ അറിയപ്പെടുന്നെന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെ. ഇപ്പോഴും 500 എപ്പിസോഡാ 1000 എപ്പിസോഡായിട്ട് ഞങ്ങളത് ശ്രീധരൻ സീരിയൽ അഭിനയിച്ച് അങ്ങേ അറ്റം വരെ നിന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതിൽ. ബാക്കി ഇടക്ക് വെച്ച് എല്ലാവരും വരുന്നവരൊക്കെ പോകാൻ തുടങ്ങി. പക്ഷെ ലാസ്റ്റ് വരെ ആ സീരിയൽ ലാസ്റ്റ് അവസാനം വരേണ്ട ഞാനാണ്. എൻ്റെ ഡയറക്ടർ കൃഷ്ണമൂർത്തി സാറ്. കാര്യം ഇപ്പം ഗോപാല സാറിൻ്റെ സെക്രട്ടറി ആരാണ്ട് പറ്റിയ പുള്ളിയെന്ന് പറഞ്ഞു. കൃഷ്ണമൂർത്തി സാറ് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡയറക്ടറായിട്ടല്ല അവിടെ ആ സീരിയൽ അഭിനയിച്ചേക്കണം. സ്വന്തം ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ജീവിച്ചത് ഞാനും ഈ സാറ്. എന്ത് കാര്യമുണ്ടെങ്കിൽ അത് കാര്യമുണ്ടെങ്കിൽ എന്നെയും കെട്ടിപ്പിടിച്ചെൻ്റെ പോകുള്ളൂ. സാറിൻ്റെ വണ്ടിക്ക് ഞാൻ പോകുള്ളൂ. ഒരു സിനിമ കാണണമെങ്കിൽ ഇപ്പോൾ എനിക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞ സിനിമ ഞാൻ അഭിനയിച്ച പടം പറയണമെങ്കിൽ നമുക്ക് പോയി കാണണമെന്ന് പറയണമെങ്കിൽ സെറ്റിൽ ആൾക്കാരുമായിട്ട് ഞങ്ങൾ പോയി പടം കാണും. എനിക്ക് പാടില്ലാതെ വന്നാലാ അല്ലെങ്കിൽ എനിക്കത് വേണമെന്ന് പറഞ്ഞാലാ എന്ത് സാധനമാണെങ്കിലും പുള്ളിക്കാരൻ എനിക്ക് സഹായിച്ചു തരും. അത്ര ഒരു പ്രത്യേക ഒരു സ്നേഹമായിരുന്നു എനിക്ക് ആ സാറിനോട്.
സാറും എന്നോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ ചെന്നല സെറ്റിൽ ആരെല്ലാം വന്നിട്ടുണ്ടെങ്കിലും സാറിനോട് ഒരുപാട് ആൾക്കാരെ വഴക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല അങ്ങനെ വഴക്കിടുന്നത്. പക്ഷെ ഞാൻ അവരോട് ഞാൻ ഉടക്കും എന്നിട്ട്. പക്ഷെ ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ നിൽക്കണ സാറങ്ങട് മാറി നിൽക്കുന്നുള്ളൊരു സാഹചര്യം ഞാൻ കൊടുത്തിട്ടില്ല. എന്നാൽ അനാവശ്യമായിട്ട് വന്നാൽ ഞാനിട്ട് വിട്ടു പിടിക്കുകയില്ല. മോളി ശരിക്കും ചാളമേരുടെ രൂപ കൊടുക്കും ഞാൻ. നമ്മൾ അനാവശ്യമായിട്ട് നമ്മളവിടെ ചെല്ലയില്ല. പിന്നെ നമ്മടിക്കായിട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള സുഖം കൊടുക്കും. അല്ലാതെ കൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ കൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ കട്ടിക്കാരൻ്റെ കാര്യം നോക്കിയില്ല. ഞാൻ അഭിനയിക്കാൻ പോയേക്ക്. എനിക്ക് തന്ന കഥാപാത്രം അത് പൂർത്തീകരിക്കുക. ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോവുക. നമുക്കത് മാത്രമേ ചിന്തപ്പാടുള്ളൂ. അവിടെ എന്ത് കിടക്കണേ ഏത് കിടക്കണേ ചേർക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ എന്നിൽ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വിട്ടുപിടിക്കില്ല. ആ ഒരു മൈൻഡ് എനിക്കുണ്ട്. അതായിരുന്നു കൃഷ്ണമൂർത്തി സാറും ഞാനും. ലിക്കർ ഐലൻഡ് എന്നും പറഞ്ഞ പഴയ സിനിമയിൽ ഞാൻ ചെന്നപ്പോഴേക്ക് സാറാണെന്ന് അതിനകത്ത് പ്രൊഡ്യൂസറായിട്ട് വന്നു. അപ്പോഴാണ് ഞാൻ സാറിനെ കണ്ട് 2 കൊല്ലം 3 കൊല്ലത്തെയായിരുന്നു എനിക്ക് വന്നു. ഓണത്തിനിടയ്ക്ക് ഇറങ്ങി സാരിയൊക്കെ മേടിച്ച് തന്നിട്ടാണ് വിട്ടത്. ഭയങ്കര കാര്യമായിരുന്നു. കെയർ ചെയ്തേക്കുന്നു. ചേച്ചി ഇപ്പോൾ ഒത്തിരി സന്തോഷം ചേച്ചിയോട് ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചതിൽ. ചേച്ചിയുടെ സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിൽ നമുക്ക് ഒത്തിരി സന്തോഷം. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. കാരണം ചേച്ചി സിനിമയിലൂടെ ചെയ്യുന്നത് ഭയങ്കര ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഭയങ്കര കോമഡി ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ ജീവിതത്തിലോട്ട് നോക്കുകയാണെങ്കിൽ അത്ര ഞാൻ കോമഡി അല്ല. മൊത്തം അല്ല അങ്ങനെയല്ല. കുറച്ച് ചേച്ചിയുടെ ആരോഗ്യ പ്രശ്നമായാലും അല്ലെ ജീവിതത്തിൻ്റെ രീതിയായാലും ഭയങ്കര ഒരു കഷ്ടപ്പാടൊക്കെ ചേച്ചി പറഞ്ഞു. അതിൻ്റെ ഇടയിലും ഈ പോസിറ്റിവിറ്റി, അതായത് നമ്മൾ ഈ ചിരി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്, അതായത് ഞാൻ ചേച്ചിയുടെ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ചേച്ചി ഭയങ്കര ചിരിച്ച് കളിച്ച് നമ്മുടെ ഒരു മോനെ പോലെയാണ് ചേച്ചി കണ്ടത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കാരണം എനിക്ക് 2 ആൺമക്കളാ ഉള്ളത്. എൻ്റെ 2 ആൺമക്കളോടാണെങ്കിലും ഞാൻ തല്ലി പിടിക്കാത്ത ഒരു ദിവസമില്ല. ഒന്നുമില്ലേ എന്തെങ്കിലും ഒന്ന് കൊടുക്കും ഞാൻ. അപ്പം ഞാൻ എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞില്ല എനിക്കൊരു സമാധാനം കിട്ടിയില്ല. അതങ്ങനെ മക്കളാണ്. ഇപ്പം മൂത്തവനാണെങ്കിലും തിരക്കില്ല ഒന്നുമില്ല അവന് കിട്ടിയ തോണ്ടി ചിക്കിക്ക്. അപ്പോൾ എൻ്റെ വായിക്ക് 2 അവന് വായിക്കുമ്പോൾ അവനും ഒരു സമാധാനമായിട്ട് ഞാൻ അങ്ങനെയാണ്. അവർക്ക് ഏറ്റവും വരെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവർ പുറത്ത് പോകുമ്പോൾ ഞാൻ ചിരിച്ചും കൊണ്ടിരിക്കണ കാണണം. അവർ കയറി വരുമ്പോൾ ഞാൻ ചിരിച്ച മുഖം കാണണം. എൻ്റെ മുഖം ഒറ്റ കറുത്ത് പോയാൽ തീർന്നു. തള്ളാതെ മോന്തയും തെറ്റിപ്പിടിച്ചിരിക്കൊണ്ട് എന്തും അങ്ങനത്തെ പിന്നെ അവർക്കിടായിട്ടുള്ള ഒരു രീതി അവർ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ നമ്മൾ വേറെ വല്ല കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ അവർക്ക് മുമ്പിൽ മാത്രം നമ്മൾ കാണിക്കാൻ പാടില്ല. കാണിച്ചവർ 2 പേരും സമ്മതിക്കില്ല. 2 പേർക്കും ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് നമുക്ക്. നമ്മളോട് ഒരു കെയർ ചെയ്യണം അവർ. അത് 2 പേരും കെട്ട നിൽക്കും. പക്ഷെ കൂടുതൽ കെയർ ചെയ്യണ ഇളയവനാ. ഇളയാളിനെ പൊക്കിക്കൊണ്ട് എവിടെ നടക്കുകയും പോവുകയും തിരക്കുകയൊക്കെ ചെയ്യണ ഇളയാളാണ്. എന്താവാത്തവൻ ഈ നിമിഷം വരെ നോക്കിക്കൊണ്ടിരിക്കണ ഇളയാളാണ്. എനിക്കൊരു വെള്ളം എനിക്ക് മരുന്ന് മേടിക്കണം, എന്നടുത്ത് പോകണം, എനിക്ക് പറ്റണില്ല എന്താണെങ്കിലും എല്ലാം കെയർ ചെയ്യണം, എന്നെ കൊണ്ടുപോയി ഇടയ്ക്കൊക്കെ ചെയ്യണ ഇളയാൾ. മൂത്താളിന് വണ്ടിയും വണ്ടിയും കൊണ്ടൊന്നുമില്ല. ഇളയാളിന് ഇപ്പോൾ വണ്ടികളുണ്ട്, വണ്ടിയും കൊണ്ടുണ്ട്, പുള്ളിക്കാരൻ ഇവിടെ കൊണ്ടുണ്ട്. മൂത്താൾ അതൊന്നും ഇല്ലെങ്കിലും മൂത്താൾ അങ്ങനെയുള്ള സത്യം പറഞ്ഞ അടിയൻ്റെ അത്രയും കൂടി കഴിവില്ലെന്ന് തന്നെ പറയാം മൂത്താളിന്. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരാളാണ് ആള്. എന്നാലും 2 മക്കൾക്കും ഞാൻ ശരിക്കും ഒരു അമ്മയും മക്കളുമായിട്ടല്ല ഞങ്ങളിവിടെ ജീവിക്കണം. അങ്ങനത്തെ ഒരു തമാശയും കളി അത് തന്നെ പോരെ മോനെ. അതെ അതെ, അതാണ് ഒത്തിരി ജീവിതത്തിൽ സന്തോഷം. സ്വർണവും പണവും പൊന്നും ഒന്നും അല്ലല്ലോ. ഏറ്റവും വേണ്ടത് നമുക്ക് സന്തോഷമാണ്. അതെ. ഞാൻ ആഗ്രഹിക്കണം അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഭൂമിയിൽ എനിക്കിപ്പോൾ എല്ലാവരും ചോദിക്കും മോൾ ചേച്ചിക്ക് എന്താണ് ആഗ്രഹമുള്ളത്. മോൾ ചേച്ചി എല്ലാവരും അപ്പോഴത്തെ ഒരു ആഗ്രഹക്കാരത്തിയൊന്നുമില്ല. തിന്നണ ഫുഡിന് പോലും മോൾ ചേച്ചി ഇങ്ങനെ ഇന്ന തിന്നണോ എനിക്ക് ഇന്ന ആഗ്രഹമുള്ള ആളല്ലേ, എനിക്കിഷ്ടമല്ല. പിന്നെ കുറേ പൊന്ന് വേണം, അല്ല കുറേ പട്ട് സാരി വേണം, കുറച്ച് പ്രവടിക്ക് നടത്തണം. എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല എനിക്കില്ല. എനിക്ക് വേണ്ടത് എൻ്റെ കുടുംബ സമാധാനം സന്തോഷം. പിന്നെ ഇപ്പോൾ ഒരു ആഗ്രഹമുള്ളത് എൻ്റെ കുഞ്ഞിനൊരു ഒരു കിടപ്പടം. അവനും ഭാരവത്തോട്ട് തന്നെ എൻ്റെ പെൺകുഞ്ഞും മേലോട്ട് തന്നെ. അവന് ചെറിയ ഷെഡ് വെള്ളം കയറാത്ത കണ്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു ദിവസം അന്തിക്ക് കിടന്ന് ഉറങ്ങണമെന്ന് ഒറ്റ ആഗ്രഹം എൻ്റെ ഉള്ളിലുള്ളു. അത് ഏത് ചാനലുകാരോടെങ്കിലും ഞാൻ പറയുന്നൊരു വാക്ക് അതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹക്കാരത്തിയുമല്ല. ഇപ്പം മരുന്നുകളാണെങ്കിലും ഇപ്പം നിങ്ങളെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും എനിക്ക് എന്നാലും 10,000 2,000 ഒക്കെ ഞാൻ കൈ മേടിക്കും. അത് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ മരുന്ന് ഇനിയുള്ളത് മേടിച്ച് ഇടത്ത്. കാരണം നമുക്ക് മരുന്ന് മേടിച്ച് തരാനുള്ളത് കഴിയുമ്പോൾ മക്കൾക്കില്ല. കാരണം അവർക്കും ഉണ്ട് 2, 3 മക്കളൊക്കെ. അപ്പോൾ ഈ പഠിക്കുന്നതൊക്കെ ആണെങ്കിലും ഈ മൂത്ത പേരക്കിടാവിനെ തന്നെ അതിൻ്റെ ആ കനത്തിൽ തന്നെ കാശ് മുടക്കിയിട്ടുണ്ട്. അനങ്ങുമ്പോൾ ഒരു കട്ടൻ ചായ പോലും കുടിക്കാത്തൊരു പെങ്കൊച്ചാത്. അതിനൊരു കൈക്കരലിന് പോലും വിലവില്ല. ഒരു പാല് കുടിക്കൂല, കട്ടൻ ചായ കുടിക്കൂല,
ഒരു ബൂസ്റ്റ് തിന്നൂല, ഒന്നും തിന്നൂല, ഏത്തപ്പഴം തിന്നൂല. അത് അങ്ങനത്തെ ഒരു കൊച്ച. അത് തന്നെ എവിടെ തൊട്ടാലും എടുത്താലും ഒക്കെ എൻ്റെ കൈക്കും കാലും ഒക്കെ ഒടിവും മുറിവൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇളയ ആളല്ലേ, ഇളയ ആൾ വാടിപ്പടി ചാരപ്പറമ്പിൽ എടുത്തിരുന്നത്. അയാൾക്ക് എന്തെങ്കിലും വന്നെന്നാലും ആരും അങ്ങനെ മൈൻഡ് വയ്ക്കാല്. പക്ഷെ ഇതൊക്കെ നല്ല പന്തലും വരും എല്ലായിക്കിടത്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ മുടക്കാൻ പോയതാ, വരണ്ട മക്കളെ, എനിക്കൊരു സത്യം എൻ്റെ മനസ്സിൽ അങ്ങനെ എന്താ വേണ്ട. അങ്ങനെയെങ്കിലും കുറച്ച് നേരം വർത്താനം പറഞ്ഞേക്കുമ്പോൾ മനസ്സിലൊരു പ്രയാസം മാറും. അങ്ങനെ കുത്തിയിരുന്നതാണ് ഞാൻ പോണമായിട്ട്. അപ്പോൾ ചേച്ചി ഈ ഒരു ചിരി, ചേച്ചിയുടെ മുഖത്തൊരു ചിരിയും ഒരു എനർജിയും എന്തും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയും ചേച്ചിയുടെ സിനിമകൾ കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. നമ്മൾ ചേച്ചിനെ പ്രതീക്ഷിക്കുന്നു ഇനി സിനിമയിൽ, മലയാള സിനിമയിൽ ചേച്ചി ഇനിയും പ്രതീക്ഷിക്കുന്നു. സിനിമ വന്നാൽ ഞാൻ പോയി ചെയ്യും, ചെയ്യാതിരിക്കല. സിനിമക്കാർ രണ്ടുപേരും വിളിച്ചിട്ടുണ്ട് എന്നെ മലയാളം പടത്തിൽ. ആദ്യം ഇപ്പം ഈ മാസം 25-ാം തീയതി എന്നോട് പറഞ്ഞു വെച്ചത്. ഇപ്പം അത് ഇവിടെ ഇല്ലേ, ഇപ്പം ഡൽഹിയിലോട്ടായിട്ടാണ് വിട്ട് പോയേക്കണത്. തുടങ്ങിയതേ ഉള്ളൂ ഷട്ടിങ് കണത്. ഡൽഹി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എപ്പോഴും തമിഴ് പടത്തിലോട്ട് പോകും. അപ്പോൾ ചേച്ചി ഒത്തിരി സന്തോഷം ചേച്ചിയുടെ സംസാരിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ നന്ദി, നമസ്കാരം. ഓക്കെ.